ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ദോശയൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണിത്. നമുക്ക് നെയ് റോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മസാല ദോശ ആയിട്ടൊക്കെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഈ പൊടിച്ചെടുത്ത റവ നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈര് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അത് ആ ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ തൈരും എടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. അതിന് വേണ്ടി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ചിലപ്പോൾ 1/2 കപ്പിലേറെ കൂടുതലായിട്ട് വെള്ളം ആവശ്യമായി വരും. അപ്പോൾ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുത്താൽ മതി. 1/2 കപ്പ് ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കേണ്ട, കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. വളരെ തിന്നായിട്ട് തന്നെ നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ പറ്റും. ഒന്ന് 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച ശേഷം നമുക്കിതിലേക്ക് നെയ്യോ അതുപോലെ തന്നെ ഓയിൽ എന്തെങ്കിലും ഒന്ന് ഒറ്റിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കാൻ പാടില്ല. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ചുട്ടെടുക്കേണ്ടത്. ദോശ ഒഴിക്കുന്ന സമയത്ത് ചട്ടിക്ക് അത്യാവശ്യം ചൂട് വേണം. നമ്മൾ വെള്ളം ഒന്ന് ഇതിലേക്ക് കുടഞ്ഞു കൊടുത്താൽ നമ്മുടെ ചട്ടിയുടെ ചൂടൊക്കെ നമുക്ക് കറക്റ്റ് പാകമായിട്ട് കിട്ടും. ഓരോ ദോശ ചുട്ടതിന് ശേഷവും ഇതുപോലെ തന്നെ വെള്ളം കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ അതൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈകിക്കേണ്ട, ചൂടോട് കൂടി തന്നെ ചട്ടിനിയുടെ കൂടെ നമുക്ക് കഴിക്കാം. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.